ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ഒരു അടിപൊളി എഗ്ലെസ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി ഫ്രോസ്റ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാം. ഇതൊരു 4 ലെയേർഡ് കേക്ക് ആണ്. ഈ കേക്ക് ബേക്ക് ചെയ്യുന്നതിനും ഫ്രോസ്റ്റ് ചെയ്യുന്നതിനും ഉള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. ഇഞ്ച് എഗ്ലെസ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡർ, പഞ്ചസാര, എണ്ണ, ചൂടുവെള്ളം, പാല്, തൈര്, വാനില എസൻസ്, വിനാഗിരി, ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ്, കോഫി, ഉപ്പ്. കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനും ഡെക്കറേറ്റ് ചെയ്യാനും നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീം, ഐസിംഗ് ഷുഗർ, വാനില എസൻസ്, ഫുഡ് കളർ, സിൽവർ പേൾസ്, ഗ്ലേസ് ചെറീസ്. ആദ്യം നമുക്ക് ബേക്കിംഗ് ടിൻ റെഡിയാക്കാം. അതിനായി 8 ഇഞ്ച് ബേക്കിംഗ് ടിൻ എടുത്ത് ബട്ടർ തേക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് ഡസ്റ്റ് ചെയ്യാം. ഇനി പാർച്ച്മെന്റ് പേപ്പർ വെച്ച് ഇത് മാറ്റിവെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയും 1 നുള്ളുപ്പും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 3 ടേബിൾ സ്പൂൺ കോക്കോ പൗഡറും ഇട്ട് അരിച്ച് മാറ്റിവെക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതിടാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈര് ഒഴിക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് എണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലും 1 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ഇനി 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഓവൻ 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണേ. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സും 1 ടീസ്പൂൺ കോഫി പൗഡറും 1/4 കപ്പ് ചൂടുവെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്ത് ഈ ബാറ്ററിലേക്ക് ഒഴിക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. കേക്കിന്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബേക്കിംഗ് ടിന്നിൽ ഒഴിച്ച് സ്പാറ്റുല കൊണ്ട് ലെവൽ ചെയ്യാം. ഇനി ഒരു സ്ക്യൂവർ കൊണ്ട് സ്വേൾ ചെയ്ത് എയർ ബബിൾസ് കളയാം. ഇനി ഇത് 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 40 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. 40 മിനിറ്റ് കഴിഞ്ഞു. കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് ഒരു സ്ക്യൂവർ അല്ലെങ്കിൽ നൈഫ് യൂസ് ചെയ്ത് നോക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു കൂളിംഗ് റാക്കിലേക്ക് മാറ്റാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് കേക്ക് ടിന്നിന്റെ ബേസ് മാറ്റാം. ഇനി ഇതിരുന്ന് നന്നായി ആറട്ടെ. പാർച്ച്മെന്റ് പേപ്പർ ഇപ്പം മാറ്റേണ്ട ആവശ്യമില്ല. കേക്ക് സ്റ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാറ്റിയാൽ മതി കേട്ടോ. കേക്ക് നന്നായി ആറിയിട്ടുണ്ട്. ഇതിനി ക്ലിംഗ് ഫിൽമിൽ റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ മിനിമം 1 മണിക്കൂർ വെക്കാം. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ജസ്റ്റ് ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാലും മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ നേരത്ത് ക്രംസ് അധികം ഉണ്ടാവത്തില്ല. നമ്മൾ ഇന്ന് 4 ലെയേർഡ് ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഇതേ റെസിപ്പി യൂസ് ചെയ്ത്
വേറൊരു 8 ഇഞ്ച് കേക്കും കൂടെ ഉണ്ടാക്കി ആറിച്ച് ക്ലിംഗ് ഫിൽമിൽ റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച കേക്ക് എടുത്ത് ക്ലിംഗ് ഫിൽം മാറ്റി ഒരു നൈഫ് കൊണ്ട് അതിന്റെ മേലൊന്ന് ലെവൽ ചെയ്യാം. ഇനി നമുക്ക് ഈ കേക്ക് ഹാഫ് ആക്കാം. അതിനായി ഒരു നൈഫ് കൊണ്ട് മാർക്കിംഗ് പോലെ കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം. കണ്ടോ, നല്ല ഈക്വലായി കട്ട് ചെയ്തത്. ഇനി ഈ ടോപ്പ് ലെയർ സൂക്ഷിച്ചെടുത്ത് മാറ്റി ഒരു ട്രേയിൽ വെക്കാം. ഇതുപോലെ തന്നെ അടുത്ത കേക്കും കട്ട് ചെയ്തെടുക്കാം. രണ്ട് കേക്കും കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിംഗ് ഉണ്ടാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 750 ml വിപ്പിംഗ് ക്രീമും 2 ടീസ്പൂൺ വാനില എസൻസും ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഐസിംഗ് ഷുഗർ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ സ്പീഡ് കൂട്ടണം. ക്രീം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിന്റെ സൈഡ്സ് ഒക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്യാം. ക്രീം കുറച്ചുകൂടി സ്റ്റിഫ് ആവാനുണ്ട്. ഇതൊരു 30 സെക്കൻഡ് കൂടി ബീറ്റ് ചെയ്യാം. വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പൈപ്പിംഗ് ബാഗ് എടുത്ത് ഇതുപോലെ ഒരു നോസൽ ഇട്ട് അതിൽ വിപ്പിംഗ് ക്രീം ഫില്ല് ചെയ്യാം. ഇനി ഒരു കേക്ക് ബോർഡ് എടുത്ത് അതിന്റെ നടുക്ക് സ്വല്പം ക്രീം വെച്ച് ഒരു സ്പാറ്റുല കൊണ്ട് സ്പ്രെഡ് ചെയ്യാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച കേക്കിന്റെ ഒരു ലെയർ കേക്കിന്റെ ബോർഡിൽ ഇങ്ങനെ വെക്കാം. പൊട്ടാൻ ചാൻസ് ഉള്ള കേക്ക് ഇങ്ങനെ ഒരു ബോർഡ് അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് യൂസ് ചെയ്ത് വെക്കുവാണെങ്കിൽ കേക്ക് പൊട്ടിപ്പോകത്തില്ല. ഇനി ഈ കേക്കിന്റെ മേലിൽ നമ്മൾ റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീം പൈപ്പ് ചെയ്യാം. ഇനി ഒരു പാലറ്റ് നൈഫ് കൊണ്ട് ഈ ക്രീം സ്പ്രെഡ് ചെയ്യാം. ഈ പാലറ്റ് നൈഫ് ഞാൻ ചൂടുവെള്ളത്തിൽ മുക്കി തുടച്ചെടുത്താണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ക്രീം നല്ല സ്മൂത്തായി സ്പ്രെഡ് ആയിക്കോളും. ഇനി അരിഞ്ഞു വെച്ച ചെറീസ് ഇടാം. ഇനി ഇതിന്റെ മേലിൽ സ്വല്പം കൂടി ക്രീം ഇട്ട് പാലറ്റ് നൈഫ് കൊണ്ട് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ കേക്കിന്റെ അടുത്ത 2 ലെയേഴ്സും സെറ്റ് ചെയ്യാം.
ഇനി കേക്കിന്റെ ഏറ്റവും മേളത്തെ ലെയറിൽ ഇതുപോലെ ക്രീം പൈപ്പ് ചെയ്യാം. ഇനി കേക്കിന്റെ സൈഡിൽ ക്രീം പൈപ്പ് ചെയ്യുന്നതിന് മുന്നേ കേക്ക് ബോർഡിൽ വീണിരിക്കുന്ന ക്രംസ് ഒക്കെ ക്ലീൻ ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് കേക്കിന്റെ സൈഡിൽ ക്രീം പൈപ്പ് ചെയ്യാം. ഇനി ഒരു പാലറ്റ് നൈഫ് കൊണ്ട് കേക്കിന്റെ സൈഡ്സ് ഒക്കെ ലെവൽ ചെയ്യാം. പതിയെ പതിയെ ഇത് സ്മൂത്ത് ആവുന്നിടം വരെ ലെവൽ ചെയ്തുകൊണ്ടിരിക്കണേ. ഇനി നമുക്ക് കേക്കിന്റെ മേല് ലെവൽ ചെയ്യാം. കേക്ക് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ അരമണിക്കൂർ ഫ്രീസറിൽ വെക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് എടുത്ത് ബാക്കിയുള്ള ക്രീം കേക്കിന്റെ സൈഡിൽ പൈപ്പ് ചെയ്തതിന് ശേഷം പാലറ്റ് നൈഫ് കൊണ്ട് ലെവൽ ചെയ്യാം. ഇപ്പം നമ്മുടെ കേക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് അരമണിക്കൂറും കൂടി ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 250 ml വിപ്പിംഗ് ക്രീം ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് ഐസിംഗ് ഷുഗറും ഇട്ട് വിപ്പ് ചെയ്യാം. ആദ്യം സ്ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാൻ തുടങ്ങി, പിന്നെ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യണേ. ഇനി ഇതിലേക്ക് കളർ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം കേട്ടോ. കുറച്ചുകൂടി കളർ ആഡ് ചെയ്യാം. ക്രീം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈഡ്സ് ഒക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്യാം. ക്രീം കുറച്ചുകൂടി സ്റ്റിഫ് ആവാനുണ്ട്. നമുക്കൊരു 30 സെക്കൻഡും കൂടി ബീറ്റ് ചെയ്യാം. ക്രീം റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഈ പൈപ്പിംഗ് ബാഗിൽ ഞാൻ ഒരു ഫ്ലവറിനുള്ള നോസലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു ഹാർട്ട് ഷേപ്പ് മോൾഡ് എടുത്ത് കേക്കിന്റെ മേളിൽ എക്സാക്ട് സെന്ററിൽ വെച്ച് ഒരു ഔട്ട്ലൈൻ പോലെ ചെയ്യാം. ഇനി ഈ ഔട്ട്ലൈൻ്റെ മേളിൽ ഇതുപോലെ സിൽവർ പേൾസ് വെക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീം കൊണ്ട് കേക്കിന്റെ മേളിൽ ഇതുപോലെ റോസസ് പൈപ്പ് ചെയ്യാം.
ഒരു ലെയർ ഓഫ് റോസസ് പൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ലെയറും കൂടി പൈപ്പ് ചെയ്യാം. ഇനി കുറച്ചുകൂടി പേൾസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി കേക്കിന്റെ താഴെ ഇതുപോലെ പൈപ്പ് ചെയ്യാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനി അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. ഈ കേക്കിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കണേ. അടുത്ത റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. Please subscribe and keep on watching. Thank you.